പോവുകയാണ്. വീണ്ടും താനൂരിലെ താമിർ ജിഫ്രി കസ്റ്റഡി കൊലപാതകത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി CBI ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കോടതി സമയം അവസാനിച്ചതിനാലാണ് ഇന്നലെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാതിരുന്നത്. പ്രതികളുടെ മർദ്ദനം മൂലമാണ് താമിർ ജിഫ്രി മരിച്ചതെന്ന് CBI കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കേസിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അറസ്റ്റ് ചെയ്തത്. നവമി ദിനേശ് തുടരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, ഈ കേസിന്റെ വിശദാംശങ്ങൾ കൂടി. എൽദോ, താമിർ ജിഫ്രി കൊല്ലപ്പെട്ട കേസിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇതിൽ കസ്റ്റഡിയിലിരിക്കെയാണ് ജിഫ്രി മരിച്ചതെന്ന് കണ്ടെത്തുകയും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദനത്തിനിരയായെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീടാണ് ഇത് പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുകയും ചെയ്തു. പിന്നീടാണ് കുടുംബമടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന ഒരു ആവശ്യത്തിലെത്തുകയും ഹൈക്കോടതി CBI അന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് CBI ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടമെന്നോണം വിശദമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ, ജിഫ്രിക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത യുവാക്കളുടെ മൊഴികളടക്കം, അതോടൊപ്പം തന്നെ ജിഫ്രി താമസിച്ചിരുന്ന ജയിലിലെ ഒപ്പമുണ്ടായിരുന്ന സഹതടവുകാർ, ഇവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയാണ് ഈ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് CBI എത്തുകയും പിന്നീട് അപ്രതീക്ഷിതമായി ഈ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. വളരെ നാടകീയമായൊരു നീക്കമായിരുന്നു CBIയുടേത്. അപ്രതീക്ഷിതമായി ഈ ഒരു കേസിൽ അറസ്റ്റ് ഉണ്ടാകുക, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ ഉദ്യോഗസ്ഥരുടെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1-ാം പ്രതിയായ താനൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ ബിബിൻ എന്നിവരെയായിരുന്നു ഇവരുടെയൊക്കെ വീട്ടിലെത്തി CBI അപ്രതീക്ഷിതമായി നാടകീയമായൊരു അറസ്റ്റിലേക്ക് നടത്തുകയും പിന്നീട് വൈകിട്ടോടുകൂടി എറണാകുളത്തെ CJM കോടതിയിലേക്ക് ഹാജരാക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ പ്രതികൾ കാക്കനാട് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നായിരിക്കും CBI കസ്റ്റഡി അപേക്ഷ നൽകുക. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഈ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾ ഈ ജഫ്രിയെ കൊലപ്പെടുത്തിയത് മാരകമായിട്ടുള്ള രീതിയിലായിരുന്നു. കൊലപാതകം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 8 വകുപ്പുകളാണ് ഇതിൽ പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. കൊലക്കുറ്റം, അന്യായമായി തടങ്കൽ വയ്ക്കുക, രഹസ്യമായി അന്യായമായി തടങ്കൽ വയ്ക്കുക, ഭയപ്പെടുത്തി കുറ്റം സമ്മതിക്കുക, ഭയപ്പെടുത്തി മർദ്ദിച്ച് കുറ്റം സമ്മതിക്കുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, ആയുധങ്ങൾ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുക, എങ്ങനെ 8 വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ CBI ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ ഈ പ്രതികൾ കൂരിപ്പോരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കാരണം കൃത്യമായുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട CBI ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ 2023 ഓഗസ്റ്റിലായിരുന്നു ജിഫ്രി കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെടുന്നത്. പിന്നീട് വളരെ വൈകിയാണ് ഈ CBI ഈ കേസ് ഏറ്റെടുക്കുകയും പിന്നീട് പക്ഷേ ഈ പ്രതികളൊക്കെ സ്ഥലം വിട്ടു, അതായത് വിദേശത്തേക്ക് അടക്കം കടന്നു കളഞ്ഞു എന്നുള്ള ഒരു ആരോപണം കുടുംബം സഹിതം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ പോലും CBI ഇതിലേക്കൊരു അറസ്റ്റിലേക്കോ മറ്റ് നടപടികളിലേക്കോ ഒന്നും തന്നെ കടന്നിരുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു ആരോപണം CBIക്കെതിരെ ഉന്നയിച്ചിരുന്നു. കുടുംബം അടക്കം മാധ്യമങ്ങളോട് വരെ വന്ന് CBIക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കുടുംബം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് CBI ആദ്യം മുതൽ തന്നെ ഈ കേസിൽ നീങ്ങിയത്. കൃത്യമായ പഴുതടച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു CBI തുടക്കം മുതൽ ഇതിൽ പ്രധാനമായും കൊണ്ടുവന്നിരുന്നത്. ഈ തിരുവനന്തപുരം യൂണിറ്റിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല. പ്രാഥമികമായി തന്നെ ഈ CCTV ശേഖരിക്കുക, അതോടൊപ്പം ഈ പ്രതി അതായത് മരിച്ച ജിഫ്രിക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത യുവാക്കളെയും ചോദ്യം ചെയ്യുക, അവരിൽ നിന്നും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, മജിസ്ട്രേറ്റിന് മുന്നിൽ അവരൊക്കെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് ഈ തെളിവുകളുടെ ശേഖരണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും
നടത്തുകയും ഒക്കെ ചെയ്തത്. എന്നാലും ഇതിൽ CPOമാർക്ക് മാത്രമല്ല, ഇതിൽ മേലുദ്യോഗസ്ഥന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ആ രീതിയിലേക്കും CBIയുടെ അന്വേഷണം നീളുന്നുണ്ട്. ഒരു കസ്റ്റഡിയിലിരിക്കെ ഒരു യുവാവ് കൊല്ലപ്പെടുമ്പോൾ അത് CPOമാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള മേലുദ്യോഗസ്ഥന്റെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്കൊക്കെ പോയതെന്നുള്ളൊരു സംശയം കുടുംബവും ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ കുടുംബത്തിന്റെ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ CBIയുടെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ പ്രതികളുടെ കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള മേലുദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുകൂടി CBI കണ്ടെത്തണം. അതിന്റെ നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ CBI കടക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ആയിരിക്കും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുക. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. സച്ചിൻ ദേവ് MLA